ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യം. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, നമുക്കിവനെ കൊന്നുകളയാം. അവകാശം നമ്മുടേതാകും. കൂലിക്കാർ അവകാശികളാകുവാൻ വേണ്ടി ചെയ്ത തിന്മയെക്കുറിച്ച് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വെറും കൂലിക്കാരായിരുന്നവര് അത് സ്വന്തമാക്കുവാൻ വേണ്ടി അതിൻ്റെ അവകാശിയെ കൊന്നു കളയുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇത് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഒരുപക്ഷെ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഒരിക്കലും ഒന്നിൻ്റെയും അവകാശികളല്ല, മറിച്ച് നമ്മൾ ആരാണ്? നമ്മൾ വെറും കൂലിക്കാരാണ്. ഇതിൻ്റെ എല്ലാം അവകാശി എന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ്. സ്നേഹമുള്ളവരെ, ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പലപ്പോഴും ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എല്ലാം നേടിയെടുക്കാനായിട്ട് ആരെ വേണമെങ്കിലും വേദനിപ്പിക്കാം എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിച്ചു പോകുക, അല്ലെ? നമ്മളെപ്പോഴും ഈ ഭൂമിയിൽ ഏറ്റവും സുഖത്തിൽ ജീവിക്കണം, ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കണം. അതിന് എനിക്ക് എന്താ വേണ്ടത്? സമ്പത്ത് വേണം. ഈ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി ആരെ വേണമെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടുത്തുവാനായിട്ടോ ആഗ്രഹിക്കുന്ന അല്ലെ പരിശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കാൻ. ബന്ധമൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് വെറും പണമാണ്, അല്ലെ? ഈ ഭൂമിയിൽ എനിക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കണം, നല്ല ജോലി കിട്ടണം, വലിയൊരു ഭവനം പണിയണം, എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്ക് വേണം. അതിന് പണം നേടിയെടുക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളാണ് നമ്മൾ. ആര് വേദനിച്ചാലും അവന്റെ ജീവിതത്തിൽ എത്രമാത്രം കുറവുകൾ സംഭവിച്ചാലും എനിക്കതൊന്നും പ്രശ്നമല്ല, മറിച്ച് എന്റെ ജീവിതം ഈ ഭൂമിയിൽ സന്തോഷപ്രദമായിരിക്കണം. ഇങ്ങനെ ജീവിക്കുന്നവർ ഈ കൂലിക്കാരെ പോലെ അവകാശികളാകാനായിട്ട് സമ്പത്ത് നേടാനായിട്ട് എന്തു വേണമെങ്കിലും പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് ജീവിതത്തിൽ പലപ്പോഴും നമ്മളും മാറിപ്പോകാറുണ്ട്. സ്നേഹമുള്ളവരെ, ഓർക്കുക, ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല, ഇതിന്റെ ഒന്നും അവകാശികളല്ല നമ്മൾ. ഇതൊക്കെ എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? കാത്തുപരിപാലിക്കാനായിട്ടാ. നമ്മൾ വെറും വേലക്കാരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. കാരണം എന്താ? ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും കൊണ്ടുപോകത്തില്ല. ഈ ഭൂമിയിൽ ചെയ്ത പുണ്യപ്രവൃത്തികൾ മാത്രം, നേടിയെടുത്തതും മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഉണ്ടാക്കിയതുമൊക്കെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ വെറും കൂലിക്കാര് മാത്രമാ. എല്ലാം ഏൽപ്പിച്ചു തന്നതാ. ആര് തന്നതാ? എൻ്റെ ദൈവം എനിക്ക് തന്നതാ. എന്തിനു വേണ്ടിയാ? കാത്തുപരിപാലിക്കാനായിട്ടാ. സ്നേഹമുള്ളവരെ, അവിടെ അവകാശം നേടിയെടുക്കുക എന്നുള്ള ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നരുത്. അത് തോന്നുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ കൃഷിക്കാരെ പോലെ നമ്മളും പല തിന്മകളിലേക്ക് വീണു പോകും. പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പലതും നേടിയെടുക്കാനായിട്ട് ആരെ വേണമെങ്കിലും വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് മാറും. അവസാനം എന്താണ് ഈ കൃഷിക്കാർക്ക് ലഭിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ, യജമാനൻ വന്ന് അവരെ നശിപ്പിച്ചു കളയും, ജീവിതം നഷ്ടപ്പെട്ടു പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഒന്നിൻ്റെയും പിന്നാലെ ഓടാതിരിക്കുക. ഒന്നും നമുക്ക് സ്വന്തമല്ല എന്ന് തിരിച്ചറിയുവാനായിട്ട്, തന്നതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാനായിട്ട്, അവയൊക്കെ കാത്തുപരിപാലിക്കാനായിട്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.